കൊല്ലം കൊട്ടിയത്തെ ദേശീയപാത തകർച്ചയിൽ എൻഎച്ച്എയും പൊതുമരാമത്ത് വകുപ്പ് വിദഗ്ധ സംഘവും പരിശോധന നടത്തും. നിർമ്മാണത്തിലിരുന്ന റോഡ് തകരാൻ കാരണം രൂപകൽപ്പനയിൽ വരുത്തിയ അശാസ്ത്രീയ മാറ്റങ്ങൾ എന്നതാണ് നിഗമനം. റോഡിന്റെ പുനർനിർമ്മാണത്തിന് മുൻപ് മണ്ണ് പരിശോധനയുൾപ്പെടെ വീണ്ടും നടത്തും. സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം തിങ്കളാഴ്ച പുനരാരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കൊട്ടിയം മൈലക്കാട് പാതയിൽ തിരക്കേറിയ സമയത്തായിരുന്നു നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന് സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. വയൽ പ്രദേശത്ത് വേണ്ട പരിശോധനകളില്ലാതെ നടത്തിയ നിർമ്മാണം തകർച്ചയ്ക്ക് കാരണമായെന്ന് നാട്ടുകാർ. ശാസ്ത്രീയമായ പഠനം നടത്തിയെന്ന് പറഞ്ഞ തെളിവ് ഇപ്പൊ ഈ കണ്ടത്. അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഈ മാതിരി കോപ്രായങ്ങൾ കാണിച്ചു വിട്ടിന്റെ ഫലം ഇപ്പൊ ഈ കാണുന്നത്. വീണ്ടും ആവർത്തിക്കും. ഇത് വീണ്ടും ആവർത്തിക്കും. ഒരു തർക്കവും വേണ്ട കരുതി. ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം നാളെ അപകട സ്ഥലം സന്ദർശിക്കും. പൊതുമരാമത്ത് റോഡ്സ്, എൻഎച്ച്, ജിയോളജി, ഗ്രൗണ്ട് വാട്ടർ വകുപ്പ് ഉദ്യോഗസ്ഥരും മൈലക്കാടിന് പുറമെ അപകട സാധ്യതയുള്ള മറ്റു സ്ഥലങ്ങളും പരിശോധിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഇപ്പോൾ അപകടം നടന്ന ആ ഭാഗത്ത് ഗതാഗത പുനഃസ്ഥാപനം നടക്കുന്നത് 8-ാം തീയതി ഉച്ചയോടുകൂടി മാത്രമേ ആയിരിക്കുകയുള്ളൂ. കൂടാതെ പാനലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വലതുഭാഗത്തുള്ള പാനലുകൾ കൂടി നീക്കം ചെയ്യുന്നുണ്ട്. ഡിസൈനിൽ വരുത്തിയ ഗുരുതര മാറ്റങ്ങൾ അപകടത്തിന് കാരണമായെന്നാരോപിച്ച കൊല്ലം എം പി നിർമ്മാണത്തിലാണോ മേൽനോട്ടത്തിലാണോ വീഴ്ചയുണ്ടായതെന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിന്റെ ഒറിജിനൽ ഡിസൈനിൽ ഗുരുതരമായിട്ടുള്ള അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ളതാണ്. പക്ഷേ സകല സ്ഥലങ്ങളിലും പരിശോധിച്ചാൽ 7 മീറ്റർ വീതി അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത്. പ്രദേശത്ത് മണ്ണ് പരിശോധന ഉൾപ്പെടെ വീണ്ടും നടത്തണമെന്ന ആവശ്യവുമായി ചാത്തന്നൂർ MLA GS ജയലാൽ കളക്ടറെ കണ്ടു. വയലും ചതുപ്പും നിറഞ്ഞ സ്ഥലമായതിനാൽ കോൺക്രീറ്റ് എലിവേറ്റഡ് ഹൈവേ വേണമെന്ന ആവശ്യം ശക്തമാണ്. കായൽ മണ്ണ് നിറച്ചുകൊണ്ട് വേണ്ട മേൽനോട്ടമില്ലാതെ നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണമാണ് കൊട്ടിയം മൈലക്കാട് അപകടം വിളിച്ചു വരുത്തിയത്. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻ, മീഡിയ 1.